ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷും അതുപോലെ മഹിപാലും കൂടി സംസാരിക്കാട്ടോ ചെയ്യുന്നത്. മഹിപാലിനോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കൺമണി ഇപ്പം തന്നെ കാണണം, അവളെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നു. നീ എന്ത് ഭാവിച്ചിട്ടാ? എന്താ ഒരു കാര്യം ചോദിക്കട്ടെ, അവൾ ഇത്ര മഹാ അത്ഭുതമാണോ? അല്ല, നീ എപ്പോഴും അവളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ തിരിച്ച് ഞാൻ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഇതിന് മാത്രം എന്ത് അത്ഭുതമാണ് അവളിൽ കാണുന്നത് നീ എന്ന് ചോദിക്കുമ്പോൾ, അവൾ തന്നെ ഒരു അത്ഭുതമല്ലേടാ എന്ന് പറയുന്നു. എന്തായാലും ഞാൻ ജയവിജിയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ, അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇത് രാത്രിയാണ്, കൃഷി അങ്ങോട്ട് പോയാൽ ആകെ പ്രശ്നമാവും. ഏത് രാത്രിയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്തായാലും അവളെ കണ്ടിട്ടേ പോകുള്ളൂ. ഏത് പട്ടാളക്കോട്ടയാണെങ്കിലും ഞാൻ അവളെ കാണുമെന്ന് പറയുന്നു. അത് പട്ടാളക്കോട്ടയൊന്നും അല്ല, അത് എന്താ പറയണേ, രാവണക്കോട്ടയാടാ എന്ന് പറയുന്നു. ഏത് രാവണൻ്റെ കോട്ടയിലാണെങ്കിലും സീതാദേവി ശ്രീരാമൻ കണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് കൃഷി പോവാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം കൺമണിയെ കാണാൻ അവിടെ എത്തുമ്പോൾ ദേവിജിയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. കൺമണിയെ വിളിച്ചിട്ടാണ് വരുന്നത്. കൺമണി ഓടി വന്നിട്ട് വാതിൽ തുറക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് ദേവിജി പറയുന്നുണ്ട്, അവിടെ നിൽക്ക്, ഞാൻ പോയി തുറക്കാമെന്ന് പറയുന്നു. അങ്ങനെ തുറക്കുന്ന സമയത്ത് കൃഷാണെങ്കിൽ ഓടി കൺമണിയെ കാണാനുള്ള ഓടി ഓടിച്ചില്ലാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ദേവിജി പറയുന്നുണ്ട്, അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. നീ എങ്ങോട്ടായി ഓടിപ്പോകുന്നെന്ന് പറയുന്നു. എനിക്ക് കൺമണി ഒന്ന് കാണണമെന്ന് പറയാൻ, അങ്ങനെ ഇപ്പോൾ കാണാനൊന്നും പറ്റില്ല എന്ന് പറയുന്നു. എന്താ ദേവ് സാർ, അവളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കൊള്ളാം, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ കൃഷി രാത്രി വരുന്നതെന്നൊക്കെ പറയുന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് അവളോട് കുറച്ചിട്ട് സംസാരിച്ചിട്ട് അങ്ങ് തിരിച്ച് പൊക്കോളാനും പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇവനെ സൂക്ഷിച്ചോ, ഇവനാൾ ശരിയല്ല എന്ന രീതിയിലൊക്കെ കൺമണിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവിജി ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് എന്നെ കൺമണിയെ അവിടെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും എല്ലാ കാര്യത്തിനും ദേവിജി ഇപ്പോൾ കൂട്ടി നിൽക്കുന്നുണ്ട്. സാഗറും സുജാതയും വന്നിട്ട് അവരുടെ കാര്യം അവതരിപ്പിക്കുന്നതും ദേവിജി സാർ തന്നെയായിരിക്കും. എന്തായാലും ഇത്രയും കാണിച്ചു കൊടുത്ത പ്രമോ വിശേഷം കഴിയുന്നത്. നാളെ ഒരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.